നിൽക്കാൻ എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ. ദൈവം പറയാ പുറത്തു വാ മരിച്ചാ മതിയെന്നും പറഞ്ഞ് അകത്ത് കയറിയത്. ഇതൊക്കെ സ്ത്രീയുടെ വാക്ക് ആയിക്കോട്ടെ. പക്ഷേ സ്ത്രീകൾ അകത്തിരുത്താൻ നോക്കിയാല് ദൈവം അകത്തിരുത്തുകയല്ല. ഭക്തനെ അകത്ത് അച്ഛങ്ങോട്ട് നോക്കച്ചു അകത്തിരുത്തത്തില്ല. പുറത്തു കൊണ്ട് അകത്തിരുത്താൻ നോക്കി വീട്ടുപണ്ടാക്കി കലം കഴിയുന്നതായി പുറത്ത് വരണ്ടെന്ന് ശത്രുവിന്റെ ആവശ്യം അതൊക്കെയാ. പക്ഷെ ദൈവം പറയാം പുറത്തു വാ. ദൈവം പറഞ്ഞ് പുറത്തു വരുത്തിയവരുടെ മുമ്പിൽ എന്താ പോയത്? ശക്തിയുള്ള കൊടുങ്കാറ്റ്. രസമുള്ള കാര്യമാണോ? ആണോ? കൊടുങ്കാറ്റ് പോയാൽ തകർത്ത് മരിപ്പണമാക്കുകയില്ല. എന്തിനാ ഈ കൊടുങ്കാറ്റ് പോയത്? ദൈവം നിന്നെ വിളിച്ച് പുറത്താക്കി എന്നുള്ളത് ശത്രു അറിയണം. ചിലത് തകർന്ന് പോണം, ചിലത് ഒടിഞ്ഞു വീണ. കാറ്റ് വന്നാലല്ലേ ഒടിയും പൊറിയൊക്കെ ചോദിക്കും അല്ലേ? വാഹനമൊക്കെ എടുത്ത് പറപ്പിക്കുന്ന കാണുമ്പോൾ അല്ലേ വെള്ളപ്പൊക്കം ഉണ്ടാവും. എന്തിനാ? ഏരിയാവ് അവിടെ നശിച്ചോ? ശക്തിയുള്ള കാറ്റ് വന്നിട്ട് വിളിച്ച് പുറത്തിറക്കി ഒരു കാറ്റ് ശക്തിയായ ഒരു കൊടുങ്കാറ്റ് വിട്ടിട്ട് ഏരിയാവ് അവിടെ പറന്നു പോയോ? ഭക്തനൊന്നും പറ്റത്തില്ല. വിളികേട്ട് ഇറങ്ങി അവന്റെ വാക്കിന് ചുവട് വെച്ച് നിന്നാൽ ഏത് കൊടുങ്കാറ്റ് നിനക്ക് അനുകൂലമായ കാറ്റായി. വെളിപ്പെടുത്തുന്ന പ്രവൃത്തി ദൈവം മുൻപേ അയക്കിയ. രണ്ടാമത്തെ പോയിന്റ് ചുരുക്കി പറയാ. അപ്പോൾ ഇത് യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അതിലുണ്ട് അർത്ഥം. കൊടുങ്കാറ്റ് വന്ന എന്തിനാ? പാറ കീറണം. പാറ കീറി. പാറ കീറുവോ കാറ്റ് വന്ന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കട്ടുപ്പമേറിയ മനസ്സോടുകൂടി ഇരിക്കുന്ന ചിലതിനെ ദൈവാത്മാവ് വലിച്ചു കീറും. പർവ്വതങ്ങളെ തകർക്കുമെന്ന്. അങ്ങനെയല്ലേ? എന്നാൽ കാറ്റിൽ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റ് വന്ന എന്തിനാ കാറ്റ് വന്നത്? ചിലതിനെ കീറാൻ, ചിലതിനെ തകർക്കാൻ. എന്നാൽ നിനക്ക് കേടില്ലെന്ന, നിന്റെ കുടുംബത്തിന് കേടില്ലെന്ന, നിന്റെ വിശ്വാസത്തിന് കേടില്ലെന്ന, നിന്റെ വഴിക്ക് തടസ്സമില്ലെന്ന ദൈവം വിളിച്ച് പുറത്തെ ആക്കിയിട്ടുള്ളൂ. നിനക്ക് വേണ്ടി ചിലതിനെ കീറി മാറ്റി അവൻ വഴി. അടുത്തത് വന്നത് തീയ. ചോദിക്കട്ടെ, പാറയെ തകർക്കുന്ന ആമേൻ കൊടുങ്കാറ്റ് വന്നിട്ട് ആമേൻ ഏലിയാവ് അവിടെ നശിച്ചില്ല. നശിച്ചോ? ഭക്തൻ പോയില്ല, അവിടെ തന്നെയുണ്ട്. വിഷയങ്ങളുടെ നടുവിൽ പരിഭ്രമിപ്പിക്കുന്ന അനുഭവങ്ങൾ കടത്തി വിടുന്നത് എന്തിനാണെന്നറിയാവോ? ശത്രുവിനെ ഒന്ന് കുഞ്ഞിക്കാൻ. അടുത്ത വേണ്ടി പറയുക. അതിനുശേഷം ഭൂകമ്പത്തിന് ശേഷം ഒരു തീ. തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം ഒരു പോയിന്റ് വിട്ടുപോകും. ഭൂകമ്പം പറഞ്ഞില്ലായിരുന്നു ഇല്ലേ? എത്ര കാര്യങ്ങളുണ്ട്. ഭൂകമ്പം ആർക്കും കേട്ടാൽ വെപ്രാളവാ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒതുക്കിയവർക്ക് വെപ്രാളം കൊടുക്കുമെന്ന് മനസ്സിലായി. വലിയ വലിയ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കേണ്ട കാര്യം. ഇതിലൊന്നും തീ കത്തിച്ച് കളയുന്നതല്ലേ? ഏലിയാവേ നീ കത്തിപ്പോയോ? ഇല്ല. പകലിൽ മന്ദമായി നിന്റെ മുന്നിൽ ഒരു ശരം വരുന്നെങ്കിൽ ദൈവം നിനക്ക് മുന്നിൽ ഇറങ്ങിയതാ. ചില ദുർഘടങ്ങളെ നിനക്ക് എതിരായി നിൽക്കുന്ന ചില ദുർഘടങ്ങളെ ചില ഭൂകമ്പം, ചില കൊടുങ്കാറ്റ്,
ആമേ തകർത്തടിക്കുന്ന ചില വിഷയങ്ങള് ദൈവാത്മാവ് പുറത്തുനിന്ന് എന്നാൽ അതൊന്നും നിന്റെ വീഴ്ചയ്ക്കല്ല, വഴിയൊരുക്കാനാണ്. ഉള്ളിലായിരുന്ന ഞരങ്ങിയ വിഷയത്തിൽ, നിരാശപ്പെട്ട വിഷയത്തിൽ, വേദനിച്ച വിഷയത്തിൽ, സങ്കടപ്പെട്ട വിഷയത്തിൽ ദുർഘടങ്ങളെ നിരത്തും. എന്നിട്ട് 45:2 മുതൽ വായിച്ചത് യെശയ്യാ പ്രവചനം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു പല കാര്യത്തിൽ നിനക്കെതിരെ ഒളുത്തു വിലങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, എന്നാൽ ഞാൻ നിനക്ക് ചില വാതിലുകളെ തുറക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേ, നിന്റെ നന്മയ്ക്കെതിരെ പൊട്ടിയടച്ച വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ഈ ആണ്ടിൽ മാസങ്ങൾക്കുള്ളിൽ നീ അത് കണ്ടെത്താൻ പോകുക. ആമേ, പുതുവഴി ദൈവം തുറക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ നീ കണ്ടെത്താൻ പോകുക. പകൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേ, കർത്താവേ, എനിക്ക് ആമേ വഴിയില്ല, എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, എന്റെ കുടുംബം അധപ്പതനത്തിലാണ്, എന്റെ ഹൃദയത്തിൽ ചില ആഗ്രഹമുണ്ട്, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരണം, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം തരണം, എന്റെ വിഷയത്തിന് വിടുതൽ തരണം, ഞാൻ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിട്ട് എന്ത് നേടി കർത്താവേ, എനിക്ക് വേണ്ടി നീ വഴി ഒരുക്കണം. പൂർണ്ണത നീ കാണും, ഒരു പൂർണ്ണത നീ അളക്കും, ഒരു പൂർണ്ണത നിന്റെ മടിയിലെടുക്കും, ഒരു പൂർണ്ണത നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലെ നിന്റെ തലമുറയ്ക്ക് ഒരുക്കും. ആമേ, തക്ക സമയത്ത് അവന്റെ കരത്തിന്റെ വല്ലഭത്വം നീ അനുഭവിച്ചറിയ തന്നെ ചെയ്യും. എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു, എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു എന്ന് നിന്റെ ഹൃദയം പിടഞ്ഞ് വികസിച്ചു. യേശുവിന്റെ നാമത്തിൽ നിന്റെ അനുഭവം നിരാശപ്പെടുത്തിയ, നിന്റെ തലമുറയുടെ വഴികളെ അടച്ച ശത്രുവിന്റെ മേലെ കൈവച്ച് മറച്ചിട്ട് പറയും, പൊയ്ക്കൊള്ളുക, ഞാൻ നിന്റെ മുന്നിലുണ്ട്, ഞാൻ നിന്റെ മുമ്പിലുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ദുർഘടം നിരത്തുന്ന ദൈവമാണ്, ഞാൻ നിനക്ക് വേണ്ടി താമ്രകരം തുറക്കുന്ന ദൈവമാണ്. ചിലത് അവൻ തുറന്നു തരാൻ പോകുകയാണ്, ചിലത് തുറന്നു തരാൻ ഒരത്ഭുതങ്ങളുടെ ദൈവമാണ്. അടയാളം ജീവിതത്തിലുണ്ട്. സ്ഥായിയായ സ്ഥിരമായ അനുഭവത്തിന്റെ പൂർണ്ണത എത്തിയെടുപ്പാൻ കോവിഡ് വല്ലഭത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ആഴ്ചവട്ടങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. ആമേ, സ്തംഭിച്ചു കിടക്കുന്ന, കെട്ടിൽ കിടക്കുന്നതിനെ ഊരിയെടുക്കത്തക്കവണ്ണം നീ ചിലതിനെ കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. എങ്കിൽ നിന്റെ സ്ഥിതി, നിന്റെ തലമുറയുടെ സ്ഥിതിയെ കോപം മാറ്റും. എന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോഴേ കൂതേ നിനക്ക് കൊയ്ത്ത്, കൂതയ്ക്ക് കൊയ്ത്തപ്പോഴാ ജനത്തിന്റെ സ്ഥിതി മാറും. ജനത്തിന്റെ സ്ഥിതി ആമേ അതിനായി ഒരുക്കട്ടെ, അരമുറുക്കട്ടെ. ആമേ ദൂത ആമേ സ്തംഭിപ്പിക്കുവാനല്ല വിളിച്ച ദൈവം വിശ്വസിക്കാൻ. ആമേ നീതിമാൻ വിശ്വാസത്താൽ ചെയ്തു, അവൻ അനീതീകരിക്കപ്പെട്ട സ്തംഭനം മാറും, ശൂന്യത മാറും, വേദന മാറും, നിരാശ മാറും. കുഴിയിൽ പായിക്കുവാൻ ചില ശത്രുബന്ധനങ്ങൾ നിനക്കെതിരെ ഉണ്ട്. എന്നാൽ നീ ഭാരപ്പെടേണ്ട, ശത്രു തോറ്റുപോകുന്ന ശത്രു. ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ശത്രുവിന്റെ ബലം നടപ്പാകും. ദിവസങ്ങൾ അവനായി ഒരുങ്ങാം. അതിനകത്ത് കർത്താവ്